Good morning, everybody. How are you? I hope all are doing great. Welcome to our Hindi class. All of you take your book, open page number 54. Today we are going to start a new chapter. Chapter number 9, दिए का अभिमान. दिए का अभिमान, pride of lamp. दिए means दिया. दिया എന്ന് വെച്ചാൽ ലാമ്പ് എന്നാണ് അർത്ഥം. ലാമ്പ്, വിളക്ക്. दिए का अभिमान. Listen. सूर्य, चंद्रमा आदि अपनी शक्ति पर घमंड किए बिना अपना कार्य करते रहते हैं, इसलिए वे अनश्वर है. जबकि तुच्छ सा दीपक अभिमान करके अपना नुकसान कर लेता है. Once more. सूर्य, चंद्रमा आदि अपनी शक्ति पर घमंड किए बिना अपना कार्य करते रहते हैं, इसलिए वे अनश्वर है. जबकि तुच्छ सा दीपक अभिमान करके अपना नुकसान कर लेता है. ഇവിടെ സൺ, മൂൺ എക്സെട്ര, സൂര്യൻ, ചന്ദ്രൻ മുതലായവയെല്ലാം അപ്പനി ശക്തി പർ ഘമണ്ട് കിയെ ബിന, തങ്ങളുടെ പവറിൽ ഒരു ബൂസ്റ്റിംഗ് കൂടാതെ, ഒരു അഹങ്കാരം കൂടാതെ, വിത്തൗട്ട് ബൂസ്റ്റിംഗ്, ബിന അപ്പന കാര്യകർത്തെ രഹത്തെ, തങ്ങളുടെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു നല്ല ഭംഗിയായിട്ട്, ഒരു മടിയും കൂടാതെ. സൂര്യൻ ഉദിക്കാതിരിക്കുന്നില്ല അല്ലേ, അസ്തമിക്കാതിരിക്കുന്നില്ല. ചന്ദ്രൻ വരുന്നു പോകുന്നു ഒക്കെ അവരുടേതായ കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പന കാര്യകർത്തെ രഹത്തെ ഹെ, ഇസ്ലിയെ വേ അനശ്വർ ഹെ, അതുകൊണ്ട് തന്നെ അത് ഇമ്മോർട്ടലാണ്. ഇമ്മോർട്ടൽ അല്ലേ, അനശ്വരമാണ്. ജബിക്ക് തുച്ഛ സാ ദീപക്, എന്നാൽ ചെറിയൊരു ദീപം, വെളിച്ചം, വിളക്ക്, അഭിമാൻ കർക്കെ അപ്പന നുക്സാൻ കർ ലേത്താ ഹെ, അഹങ്കാരത്തോടെ സെൽഫിഷ് ആവുകയാണ്. അതായത് ചെറിയൊരു ദീപക് മീൻസ് വിളക്ക്, ലാമ്പ് സെൽഫിഷ് ആവും. അഭിമാൻ അഹങ്കാരത്തോടെ ഇരിക്കുന്ന ഒരവസ്ഥ ഓർത്ത് നോക്കി. എത്രയോ വലുതാണ് സണ്ണും മൂണൊക്കെ, അവർക്കൊരു അഹങ്കാരമല്ല. അവർ ദിവസം വരുന്നു പോകുന്നു, അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ദാറ്റ്സ് ഇമ്മോർട്ടൽ, അവർക്ക് അനശ്വരമാണ്. എന്നാൽ ഇവിടെ കേവലം തുച്ഛമായിട്ടുള്ള ഒരു വിളക്കിന് എന്തോരം അഹങ്കാരമാണ് ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കവിതയിൽ കൂടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യരെ കൂടിയാണ്, നമ്മളോട് കൂടിയാണ് കവി പറയുന്നത്. പോയറ്റ് സേസ് ദാറ്റ് എന്താ പോയറ്റ് പറയുന്നത്? നമ്മളെക്കാളും ഒരുപാട് കഴിവുള്ള ആളുകൾ വരുന്നു പോകുന്നു, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഭൂമിക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി ചെയ്തു തീർക്കുന്നു. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത, ഇത്രയും കഴിവുകളൊന്നും ഇല്ലാത്ത നമുക്കുള്ള അഹങ്കാരം, ആ അഹങ്കാരത്തെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കവി പറയുന്നത്. അല്ലാതെ വിളക്കൊരിക്കലും അഹങ്കാരിയല്ല. പക്ഷേ അങ്ങനെയും കുറച്ച് ആളുകളുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഏ പാട് സിഖാത്താ ഹേ, ദിസ് ലെസൺ ടീച്ചേഴ്സ് നോ ഈഗോ. ഒരിക്കലും അഹങ്കരിക്കരുത്. നമുക്ക് ചെറിയൊരു കഴിവുണ്ടാകുമ്പോഴത്തേനും നമുക്ക് വലിയ അഹങ്കാരമാണ്. കഴിവിനേക്കാൾ കൂടുതൽ അഹങ്കാരം മുന്നിട്ട് നിൽക്കും. അങ്ങനെയുള്ള ചിലരുണ്ട്, നമ്മളെല്ലാം ഉദ്ദേശിക്കുന്ന ചിലരെ. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ദൂസറക്ക് തുച്ഛന സമച്ചിന, മറ്റുള്ളവരെ നമ്മൾ എന്ത് ചെയ്യരുത്, ചെറുതായിട്ട് വില കുറച്ച് കാണാതിരിക്കുക. ഡു നോട്ട് ഡിസ്പൈസ് അതേഴ്സ്, മറ്റുള്ളവരെ വില കുറച്ച് കാണാതിരിക്കുക. എല്ലാവർക്കും ഈശ്വരൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത്, എല്ലാവർക്കും അവരുടേതായ കഴിവുകളുണ്ട്. ഒരു കഴിവില്ലാത്ത ആരും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. നമുക്കുള്ള കഴിവ് ഒരു പക്ഷേ മറ്റുള്ളവർക്ക് ഉണ്ടാവില്ല, മറ്റുള്ളവരുടെ കഴിവ് നമുക്കുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കഴിവിനെക്കുറിച്ച് അഹങ്കരിക്കാതെ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ജോലികളെ ഭംഗിയായിട്ട് നിർവഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതായിരിക്കും ഏറ്റവും നല്ലത്. അഹങ്കരിച്ചാൽ എന്താ സംഭവിക്കുന്നതെന്നാണ് ഈ കവിതയിലൂടെ പോയറ്റ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ വൺസ് മോർ, അഹങ്കാരന കർണ, ദൂസറോക്കോ തുച്ഛന സമചന, മറ്റുള്ളവരെ നമ്മൾ ചെറുതായിട്ട് കാണാൻ പാടില്ല, വില കുറച്ച് കാണാൻ പാടില്ല. ഓക്കെ, ലിസൺ, മൂവ് ഓൺ ടു ലെസൺ.
जलते जलते दिए को यह हो आया अभिमान, लगा सोचने सूर्य चंद्र से भी मैं अधिक महान। सूरज तो करता है आकर दिन में सिर्फ प्रकाश, किंतु रात के अंधकार का मैं भी करता नाश। शशि भी मिटा नहीं पाता है अंधर का अंधियारा, मैं ही घर के कोने कोने को करता उजियारा। इस घमंड में सिर ऊंचा कर लगा व्योम में दृष्टि, अहंकार की आंखों से वह देख रहा है सृष्टि। इतने ही में लगा हवा का हल्का चौंका एक, सिर नीचा हो गया बुझ गया रही धुआं की रेखा। सोचो क्या आंधी तूफान के भी सतत प्रयास, बुझा सके रवि शशि नक्षत्रों का है कभी प्रकाश। मिटा गया हल्का सा चौंका ही दीपक को एक, और खिंच गई उसके मस्तक पर कलंक की रेख। अहंकार का सदा जगत में होता दुष्परिणाम, करो बिना अभिमान तुम जो करना हो काम। All of you read with me once. എൻ്റെ കൂടെ എല്ലാവരും ഒരു തവണ വായിക്കാം എല്ലാവരും. जलते जलते दिए को यह हो आया अभिमान, लगा सोचने सूर्य चंद्र से भी मैं अधिक महान। सूरज तो करता है आकर दिन में प्रकाश, किंतु रात के अंधकार का मैं ही करता नाश। शशि भी मिटा नहीं पाता है अंधर का अंधियारा, मैं ही घर के कोने कोने को करता उजियारा। इस घमंड में सिर ऊंचा करके लगा व्योम में दृष्टि, अहंकार की आंखों से वह देख रहा था सृष्टि। इतने ही में लगा हवा का हल्का सा चौंका एक, सिर नीचा हो गया बुझ गया रही धुएं की रेख। सोचो क्या आंधी तूफानों के भी सतत प्रयास, बुझा सके रवि शशि नक्षत्रों का है कभी प्रकाश। मिटा गया हल्का सा चौंका ही दीपक को एक, और खिंच गई उसके मस्तक पर कलंक की रेख। अहंकार का सदा जगत में होता दुष्परिणाम, करो बिना अभिमान तुम जो करना हो काम. അപ്പോൾ 2 തവണ നമ്മൾ വായിച്ചു. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലേ. കുറച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഒന്നുകൂടെ ഞാനിനി മീനിങ്സിൽ പറഞ്ഞുതരാം കേട്ടോ. ലിസൺ. जलते जलते दिए को यह हो आया अभिमान, लगा सोचने सूर्य चंद्र से भी अधिक महान. जलते जलते दिए को यह हो आया अभिमान, അതായത് എന്താണ്, बहुत समय से जलते रहने के कारण ഒരുപാട് സമയം കത്തി കത്തി दिए को यह अभिमान हो गया, എന്താ, ड्यू टू burning for a long time a light of lamp became proud of it. എന്താണ്, വളരെയധികം അഭിമാനം തോന്നി. ഷീ ഈസ് എന്താണ്, ഗ്രേറ്റർ ദാൻ ദ സൺ ആൻഡ് ദ മൂൺ. തീർച്ചയായിട്ടും സൂര്യ ഔർ ചാന്ദ് സേ ഭി അധിക് മഹാൻ ഹേ. സൂര്യനേക്കാളും ചന്ദ്രനേക്കാളും കൂടുതൽ മഹാൻ ഞാൻ തന്നെയാണെന്ന് കത്തി കത്തി നിന്ന ആ ദീപക് വിളക്കിന് തോന്നുകയാണ്. बहुत समय से जलते रहने के कारण दिए को यह अभिमान हो गया. എന്താ, ഡ്യൂറിങ് ഫോർ എ ലോങ് ടൈം ലാമ്പ് ബിക്കം പ്രൗഡ് ഓഫ് ഇറ്റ്. കുറേ സമയം കത്തിക്കൊണ്ടിരുന്ന ആ വിളക്കിന് ഒരു അഭിമാനം തോന്നുക, അഹങ്കാരം തോന്നുകയാണ്. കി വ സൂര്യ അവർ ചാന്ദ് സേ ഭി അധിക് മഹാൻ ഹേ. തീർച്ചയായും ഷീ ഈസ് എ ഗ്രേറ്റർ ദാൻ ദ സൺ ആൻഡ് മൂൺ. തീർച്ചയായിട്ടും എന്താണ്, ആ സണ്ണിനേക്കാളും മൂണിനേക്കാളും ഒക്കെ വലുതായിട്ട് ഞാൻ തന്നെയാണ് അവരെക്കാളും മേലെ എന്നുള്ള ഒരു അഹങ്കാരം ആർക്കുണ്ടാവുകയാണ്? കത്തിക്കൊണ്ടിരുന്ന നമ്മുടെ ലാമ്പിന് തോന്നുകയാണ്. ഇപ്പം ജലത്തെ ജലത്തെ ദിയേ കോ യഹ് ഹോ ആയ അഭിമാൻ. എന്താ അഭിമാനിക്കാൻ, എന്താ അഹങ്കരിക്കാൻ കാരണം? ലഗാ സോച്ചത്തെ സൂര്യ ചന്ദ്ര സേ ഭി മേം അധിക് മഹാൻ. ലഗാ സോച്ചിനെ, അവൻ ചിന്തിക്കുകയാണ്. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ കത്തി നിന്നുകൊണ്ട് പിന്നെ ചിന്തിക്കുക, തീർച്ചയായിട്ടും ചന്ദ്രനേക്കാളും സൂര്യനേക്കാളും അധികം കൂടുതൽ മഹാൻ ഞാൻ തന്നെയാണെന്ന്.
ओके, सूरज तो करता है आकर दिन में सिर्फ प्रकाश, किंतु रात के अंधकार का मैं ही करता नाश. सूरज तो करता है आकर दिन में सिर्फ प्रकाश, किंतु रात के अंधकार का मैं ही करता नाश. എന്താ പറയണത്? ദിയ സോച്ച്താ ഹെ, ദിയ വീണ്ടും ചിന്തിക്കുകയാണ്. എന്താ? ദിയ തിങ്സ് ദാറ്റ് എന്താ कि सूरज तो केवल दिन में प्रकाश फैलाता है, the sun comes only in the light of day. അതായത് സണ്ണിൻ്റെ വെളിച്ചമെന്ന് പറയുന്നത് കേവലം പകൽ മാത്രമാണ് അല്ലേ? the sun comes only in the light of day. ഡേയിൽ മാത്രം, അതായത് പകൽ മാത്രമാണ് സൂര്യൻ വെളിച്ചം കൊണ്ടു തരുന്നത്. എന്താ? लेकिन बट मैं अपनी रोशनी से रात का अंधेरा समाप्त करता हूँ. ഒരിക്കലും രാത്രിയിലെ ആ ഡാർക്ക്നെസ്സിനെ ഇല്ലാതാക്കാൻ ആർക്ക് കഴിയുന്നില്ല? സൂര്യന് സാധിക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ मैं अपनी रोशनी से I end the night with my light. എന്താണ്? ഞാൻ എൻ്റെ പ്രകാശം കൊണ്ട് രാത്രിയിലെ ഇരുട്ടിനെ ഇല്ലാതാക്കുന്നു. ബട്ട് ഐ എൻഡ് ദ നൈറ്റ് വിത്ത് മൈ ലൈറ്റ്. രാത്രിയിലെ ഇരുട്ടിനെ ഞാൻ എൻ്റെ ലൈറ്റ് കൊണ്ട്, വെളിച്ചം കൊണ്ട് ഇല്ലാതാക്കുന്നു. ദിയ സോച്ച്താ ഹെ, ദിയ ചിന്തിക്കുകയാണ് കി സൂരജ് തോ കേവൽ ദിൻമേം പ്രകാശ് ഫൈലാത്താ ഹെ. സൂര്യൻ കേവലം സൺ എന്ന് പറയുന്നത് പകൽ മാത്രമാണ് പ്രകാശം വ്യാപിപ്പിക്കുന്നത്. ലേക്കിൻ മേം അപ്പനി റോഷ്നി സെ രാത് കാ അന്ധേര സമാപ്ത് ഹോത്താ ഹെ. ഞാൻ എൻ്റെ പ്രകാശം കൊണ്ട് രാത്രിയിലെ ഇരുട്ടും ഇല്ലാതാക്കും. അപ്പം സൂരജ് തോ കർത്താ ഹെ ആക്കർ ദിൻമേം സിർഫ് മീൻസ് കേവലം രാവിലെ മാത്രം, പകൽ മാത്രമേ പ്രകാശം കൊണ്ടുവരുന്നുള്ളൂ. എന്നാൽ മേം ഹി കിന്തു രാത് കെ അന്ധകാർ, രാത്രിയിലെ ആ ഡാർക്ക്നെസ്സിനെ ഇല്ലാതാക്കാൻ ഞാൻ വിചാരിക്കണം. മേം ഹി കർത്താ നാശ്, അതിനെ ഇല്ലാതാക്കുന്നത് ഞാനാണെന്ന് അഹങ്കാരത്തോടു കൂടി ചിന്തിക്കുകയാണ് ആര്? ദിയ. അപ്പോൾ ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ആ ദിയ വിളക്കിന് ഒരു അഹങ്കാരം തോന്നുകയാണ്. ആയ അഭിമാൻ ലഗാ സോച്ചനെ സൂര്യ ചന്ദ്ര സെ ഭി മേം അധിക് മഹാൻ. सूरज तो करता है आकर दिन में सिर्फ प्रकाश, किंतु रात के अंधकार का मैं ही करता नाश. यस, शशि भी मिटा नहीं पाता है अंधर का अंधियारा, मैं ही घर के कोने कोने को करता उजियारा. इनी शशि भी मिटा नहीं पाता अंदर का अंधियारा, പിന്നെയോ മേ ഹി ഗർ കെ കോനെ കോനെ കോ കർത്ത ഉജിയാര. എന്നാൽ ശശി, മൂണിന് അല്ലേ, ചന്ദ്രനെ എന്തിനു സാധിക്കും? കേവലം പുറത്ത് മാത്രം പ്രകാശം പരത്താനേ സാധിക്കുന്നുള്ളൂ. ശശി, ദ മൂൺ ഡസ് നോട്ട് ഇറേസ് ദ ഡാർക്ക്നെസ് ഇൻസൈഡ് ദ ഹൗസ്. ഒരിക്കലും വീടിനുള്ളിലെ ഡാർക്ക്നെസ്സിനെ ഇറേസ് ചെയ്യാൻ ആർക്ക് സാധിക്കുന്നില്ല? മൂണിന് സാധിക്കുന്നില്ല. ചാന്ദ് ബി ഘർ കെ അന്ധർ കാ അന്ധേര നഹീ മിട്ടാ പാത്താ ഹേ. ദ മൂൺ ഡസ് നോട്ട് ഇറേസ് ദ ഡാർക്ക്നെസ് ഇൻസൈഡ് ഓഫ് ദ ഹൗസ്. मैं ही वहाँ के कोने कोने में उजाला फैलाता हूँ. എന്താ? മേം ഹി और वहाँ के कोने कोने में I am the light spread in every corner. ഞാനാണ് റൂമിലെ ഓരോ കോർണറിലും പ്രകാശം വ്യാപിപ്പിക്കുന്നത് ഞാനാണ്. അപ്പം സണ്ണിനെ കുറിച്ചും കുറ്റം പറഞ്ഞു, മൂണിനെ കുറിച്ചും പറഞ്ഞു. എന്താ സണ്ണിനെ പറ്റി പറഞ്ഞത്? ദ സൺ കംസ് ഓൺലി ഇൻ ദ ലൈറ്റ് ഓഫ് ഡേ അല്ലേ? സണ്ണ് ലൈറ്റ് കൊണ്ടുവരുന്നത് ഓൺലി ഡേയിലാണ്, പകൽ മാത്രമാണ്. എന്നാലോ ദ മൂൺ ഡസ് നോട്ട് ഇറേസ് ദ ഡാർക്ക്നെസ് ഇൻസൈഡ് ഓഫ് ദ ഇൻസൈഡ് ദ ഹൗസ് അല്ലെങ്കിൽ റൂമിനുള്ളിലെ, വീടിനുള്ളിലെ ആ ഡാർക്ക്നെസ്സിനെ ഇറേസ് ചെയ്യാൻ മൂണിനും സാധിക്കുന്നില്ല. അപ്പം രാത്രിയിലെ ഇരുട്ടിനെ ഇല്ലാതാക്കാൻ സൂര്യനും സാധിക്കില്ല. റൂമിനകത്ത് ഇരുട്ടിനെ, ഡാർക്ക്നെസ്സിനെ ഇല്ലാതാക്കാൻ ചന്ദ്രനും സാധിക്കുന്നില്ല. എന്നാൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഞാനായ, അതായത് അവരെക്കാളും മികച്ച ഈ ലാമ്പിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് അഹങ്കാരത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വൺസ് മോർ ലിസൺ.
അപ്പോൾ ജലത്തെ ജലത്തെ ദിയെ കോ യഹോ ആയ അഭിമാൻ ലഗാ സോച്ചനെ സൂര്യചന്ദ്ര സേ ഭീ മേം അധിക മഹാൻ. ഞാനാണ് സൂര്യനേക്കാളും ചന്ദ്രനേക്കാളും അധികം മഹാനെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം പറയുന്നുണ്ട് അടുത്ത 2 വരികളിൽ. സൂര്യന് കേവലം പകൽ മാത്രമാണ് പ്രകാശം കൊണ്ടുവരാൻ സാധിക്കുന്നത്. എന്നാൽ ചന്ദ്രനും പ്രകാശം കൊണ്ടുവരുന്നുണ്ട്, നിലാവ് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ പുറത്ത് മാത്രം റൂമിനുള്ളിൽ അല്ലെങ്കിൽ വീടിനുള്ളിലെ ഓരോ കോണിലും പ്രകാശം കൊണ്ടുവരാൻ ചന്ദ്രന് സാധിക്കുന്നില്ല, ശശിക്ക് സാധിക്കുന്നില്ല. അവിടെ ഓരോ കോണിലും പ്രകാശം കൊണ്ടുവരുന്നത് ഞാനാണെന്നാണ് ലാമ്പിൻ്റെ ദിയയുടെ അഭിപ്രായം. इस घमंड में सिर ऊंचा कर लगा व्योम में दृष्टि, अहंकार की आंखों से वह देख रहा था सृष्टि. इस घमंड में सिर ऊंचा कर, ഈ ഒരു അഹങ്കാരത്തോടെ തല ഉയർത്തിപ്പിടിച്ച് വ്യോമേം ദൃഷ്ടി, അഹങ്കാർ കി ആംഖോं से वह देख रहा है सृष्टि. അഹങ്കാരത്തിൻ്റെ ആ ഒരു കണ്ണുകളോടെയാണ് എല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. എന്താ പറയുന്നത്? ഇസ് घमंड से भर कर दिया अहंकार पूर्ण आंखों से आकाश और पूरे संसार को देखने लगा. എന്താ? ഫുൾ ഓഫ് പ്രൈഡ്. എന്താണ്? ഫുൾ അഹങ്കാരത്തിൽ ഇങ്ങനെ ജ്വലിച്ചിട്ട് അഹങ്കാർ പൂർണ്ണ ആംഖോൻസെ, എന്താണ്? അഹങ്കാരം നിറഞ്ഞ ആ കണ്ണുകളോടെ ആണ് എന്തിനൊക്കെ നോക്കി? ലുക്കിംഗ് അറ്റ് ദ സ്കൈ ആൻഡ് ദ വേൾഡ്, ആകാശത്തെയും ഈ ലോകത്തെ മൊത്തം നോക്കിക്കൊണ്ടിരുന്നത്. ഇതൊക്കെ ചിന്തിച്ച് ആ ഒരു അഹങ്കാരത്തോടെ തല ഉയർത്തിപ്പിടിച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എവിടെയൊക്കെ? ലുക്കിംഗ് അറ്റ് ദ സ്കൈ ആൻഡ് ദ വേൾഡ്, സ്കൈയിനെയും വേൾഡിനെയും നോക്കിക്കൊണ്ടിരുന്നത് അത്രയും അഹങ്കാരത്തോടെയായിരുന്നു. അപ്പോൾ ഇസ് ഘമണ്ട് മേം ഭർക്കർ, ഈ അഹങ്കാരത്തോടെ ഇത്രയും, അതായത് സൂര്യൻ്റെ കുറവ് പറഞ്ഞു, ചന്ദ്രൻ്റെ കുറവ് പറഞ്ഞു, ഈ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് അവർക്ക് എത്ര നല്ല ആളുകളിലും അത് കണ്ടെത്താൻ സാധിക്കുമെന്നാണ് കവി ഇവിടെ ഉദ്ദേശിച്ചത്. ചിലർക്കുണ്ടാവും അവരുടെ കഴിവോ അവരുടെ കുറവോ അവരിലുള്ള ഒന്നും നോക്കാൻ അവർക്ക് സമയം ഉണ്ടാവില്ല. അവർ ഫുൾ ബിസി ആയിരിക്കും. കാരണം എന്താ? ബിസി ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കെല്ലാം കണ്ടെത്തണ്ടേ. ഒരുപാട് നന്മ നിറഞ്ഞ വ്യക്തികളുണ്ടാവും, നന്മ നിറഞ്ഞ ആളുകളുണ്ടാവും, കഴിവുള്ള ആളുകളുണ്ടാവും. ഇവരിലേക്ക് കുറവുകളെ, കുറ്റങ്ങളെ കണ്ടെത്തുക എന്നുള്ളതാണ് അവരുടെ പണി. എന്നിട്ടോ അവരിലുള്ള ഒരല്പം ഗുണമുണ്ടെങ്കിൽ അതിനങ്ങനെ പൊക്കി പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ വലിയ വലിയ ഗുണങ്ങളെ കുറച്ച് കാണുന്ന ഒരു സ്വഭാവമുള്ള കുറച്ച് ആളുകളുണ്ട്. അവരെക്കുറിച്ചാണ് കവി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെയും കവി പറയുന്നു, പോയറ്റ് സേസ് ദാറ്റ് ഫുൾ ഓഫ് പ്രൈഡ്, അതായത് ഫുൾ അഹങ്കാരത്തോടെ, ഇസ് ഘമണ്ട് സെ ഭർക്കർ, അഹങ്കാരം നിറഞ്ഞിട്ട് ആ അഹങ്കാരമുള്ള കണ്ണുകളോടെയാണ് എന്താണ്? ലുക്കിംഗ് അറ്റ് ദ സ്കൈ ആൻഡ് ദ വേൾഡ്, കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരെ? സ്കൈയെയും അതുപോലെ തന്നെ വേൾഡിനെയും. ഓക്കെ, इस घमंड से भरकर दिया अहंकार पूर्ण आँखों से आकाश और पूरे संसार को देखने लगा. അഹങ്കാരത്തോടെയാണ്, അഹങ്കാരം നിറഞ്ഞ കണ്ണുകളോടെയാണ് ഈ ലോകത്തെ മുഴുവൻ ദിയ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, इतने ही में लगा हवा का हल्का चौंका, एक सिर नीचा हो गया, बुझ गया रही धुआं की रेखा. once more, इतने ही में लगा हवा का हल्का चौंका, एक सिर नीचा हो गया, बुझ गया रही धुआं की रेख. എന്താ സംഭവിച്ചേ? ഇങ്ങനെ അഹങ്കാരത്തോടെ സൂര്യനെ നോക്കി, അഹങ്കാരത്തോടെ ചന്ദ്രനെ നോക്കി, ഈ ലോകത്തെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ അഹങ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ സംഭവിച്ചത്? തബി ഹവാ കാ ഏക് ഹൽക്കാ സാ ചോങ്ക ആയ, then only a slight gust of a wind came. എന്താണ്? ആ സമയത്താണ് ഒരു ഇളം കാറ്റ് വീശിയത്. ചെറിയ ഒരു നല്ല മന്ദമാരുതൻ ചെറിയൊരു കാറ്റ്. തബി ഹവാ കാ, ഹവ മീൻസ് വിൻഡ്, एक हल्का सा चौंका आया और दिए का जीवन लीला समाप्त हो गई. എന്താണ്? ലാംപ് ലൈഫ് ഈസ് ഓവർ. ലാംപ് ലൈഫ് ഈസ് ഓവർ. എന്താണ്? ലാമ്പ് അങ്ങ് കെട്ടുപോയി. അർത്ഥാത് ദിയ ബുझ गया, ലാമ്പ് ഔട്ട്. കേവൽ ധുആ കി രേഖ ദിഖായി ലഗി. ഓൺലി എന്താണ്ടായത്? ധുആ, ഒരു പുക അല്ലേ? ഒരു പുകയുടെ ഒരു ലൈന് മാത്രം,
ഉണ്ടായി. ഇത്രത്തോളം അഹങ്കാരത്തോടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സൂര്യ, സൺ, നിൻ്റെ ഒരവസ്ഥ, പിന്നെയോ മൂൺ, നിൻ്റെ ഒരവസ്ഥ. അങ്ങനെ എല്ലാവരുടെ അവസ്ഥകളൊക്കെ കണ്ട് അവരുടെ കുറ്റങ്ങളും കുറവുകളൊക്കെ പറഞ്ഞ് അവനേക്കാളൊക്കെ ഞാൻ തന്നെയാണ് മികച്ചതെന്ന് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അഹങ്കാരത്തോടെ തല ഉയർത്തിപ്പിടിച്ച സമയത്ത് ചെറിയൊരു കാറ്റ് വീശിയപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ലാംസ് ലൈഫ് ഈസ് ഓവർ. എന്താ? ദിയ കി ജീവൻ ലീല സമാപ്ത് ഹോ ഗയ. അതോടെ ജീവൻ എന്താണ്? ലാമ്പ് ഔട്ട്. എന്താ ഉണ്ടായത്? പിന്നെ ബാക്കി എന്തുണ്ടായത്? തീ കെട്ടുപോയാൽ കേവലം ഒരു രേഖ മാത്രം കാണും, ഒരു പുകയുടെ ഒരു ലൈൻ മാത്രമായിട്ട് പിന്നെ കാണപ്പെട്ടു. ഇത്രയും നേരം സംസാരിച്ച് വലിയതൊക്കെ വിട്ട് എന്തായിപ്പോയി? ഇതാണ് അങ്ങനെയുള്ളൊരു മനുഷ്യൻ്റെ അവസ്ഥ. അപ്പോൾ കുറ്റങ്ങളും കുറവുകളൊന്നും ഇനി ആരും നമ്മൾ ശ്രദ്ധിക്കേണ്ട. നമുക്ക് എങ്ങനെ നമ്മുടെ കുറ്റങ്ങളെയും കുറവുകളെയും എങ്ങനെ ഇല്ലാതാക്കാം? നമ്മുടെ നന്മകളെ, നമ്മളിലുള്ള എന്തെങ്കിലും ഒരു നന്മ നമ്മളിലുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കഴിവ് നമ്മളിലുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്ന് ശ്രമിക്കുക. മറ്റുള്ളവരെ കുറ്റം കുറവും കണ്ട് അതിനെ ചോദ്യം ചെയ്ത് അവരെക്കാളും മികച്ചതാകാൻ നമുക്ക് ശ്രമിക്കാം. പക്ഷേ നമ്മുടെ കഴിവും കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇല്ലാത്ത പക്ഷം ഇതുപോലൊരു കാറ്റാവില്ല. നമ്മുടെ മനുഷ്യന്മാരുടെ രീതിയിലാകുമ്പോൾ വേറെ വല്ലതായിരിക്കും വരിക. ഇപ്പോൾ ലാമ്പായതുകൊണ്ട് ചെറിയൊരു കാറ്റ് എന്ന് കവി പറയുന്നു, പോയറ്റ് പറയുന്നു. വീശിയതും എന്തായി? കേവലം ഒരു പുകയുടെ ലൈൻ മാത്രമായിട്ട് ആ ലാമ്പങ്ങ് അവസാനിച്ചു. അപ്പോൾ തബി ഹവാക്കായേക്ക് ഹൽക്കാസ, എന്താണ്? തബി ഹവാക്കായേക്ക് ഹൽക്കാസ ചോങ്ക, എത്തനേമേ ലഗ ഹവാക്കായേക്ക് ഹൽക്ക ചോങ്ക എന്ന ഇളം കാറ്റിനെ പറയുന്നത് കേട്ടോ. ഹൽക്ക ചോങ്ക ആയ, സിർ നീച്ച ഹോ ഗയ, അങ്ങനെ തല താഴ്ന്നു പോയി. ആരുടെ? ലാമ്പിൻ്റെ. ബുജ് ഗയ, കെട്ടുപോയി, അണഞ്ഞുപോയി. രഹി ദുആക്കി രഹ, ബാക്കി അവശേഷിച്ചത് എന്തുമാത്രമാണ്? അവശേഷിച്ചത് കേവലം ഒരു പുകയുടെ രേഖ മാത്രം, ലൈൻ മാത്രം. സോച്ചോ क्या आंधी तूफानों के भी सतत प्रयास बुझा सके रवि शशि नक्षत्रों का है कभी प्रकाश. सोचो, क्या आंधी तूफानों के भी सतत प्रयास बुझा सके रवि शशि नक्षत्रों के कभी प्रकाश. सोचो, എന്താ പറയുന്നത്? सोचो, think up. क्या आंधी तूफान की लगातार कोशिशों भी सूर्य चांद और नक्षत्रों के प्रकाश को मिटा पाई है. അതുകൊണ്ട് തന്നെ ഫ്രീക്വൻസ് അറ്റംപ്റ്റ്സ് ഓഫ് തണ്ടർ സ്റ്റോം, തണ്ടർ സ്റ്റോമിൻ്റെ അറ്റംപ്റ്റ് കൊണ്ട് ചാന്ദ് അവർ നക്ഷത്രമൊക്കെ പ്രകാശ് ചന്ദ്രൻ്റെയും നക്ഷത്രത്തിൻ്റെയും ഒക്കെ പ്രകാശത്തെ ഒരുപക്ഷെ ഇറേസ് ചെയ്യാൻ സാധിക്കും. അതായത് ആന്ധി തൂഫാൻ, കൊടുങ്കാറ്റുണ്ടായിക്കഴിഞ്ഞാൽ, വലിയ ഭൂകമ്പം, അങ്ങനത്തെ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെയൊക്കെ നമുക്ക് ഇറേസ് ചെയ്യാൻ, ഈ പറഞ്ഞ ഏത് വലിയ സംഭവമാണെങ്കിലും അതിനൊക്കെ ഇറേസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ആരും എത്ര വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും അഹങ്കരിക്കരുത്. അവരവന് കിട്ടിയത് അതിനെന്ത് ചെയ്യുക? സമാധാനിക്കുക, സന്തോഷിക്കുക, നന്ദിയുള്ളവരാവുക. എനിക്കിത് കിട്ടിയല്ലോ, മറ്റുള്ളവരെക്കാളും ഇത്രയും മെച്ചം എനിക്ക് കിട്ടിയല്ലോ, നമ്മുടെ താഴത്തേക്ക് ചിന്തിച്ചിട്ട് അവരെക്കാളും എനിക്ക് ഇത്രയും നന്മ കിട്ടിയല്ലോ, ഇത്രയും കഴിവ് കിട്ടിയല്ലോ, അതിന് നന്ദിയുള്ളവരാവുക. ചെറിയ താഴെക്കട്ടുള്ളവരെന്ത് ചിന്തിക്കണം? എനിക്കുണ്ട് കഴിവ്, എന്നെ സൃഷ്ടിച്ചത് ഈ ആൾ തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ്, അപ്പോൾ എനിക്ക് അവരെ പോലെ തന്നെ ആവാം, അല്ലെങ്കിൽ അവരെക്കാൾ ഒരു പടി എനിക്കും മുന്നിലേക്ക് പോവാം എന്ന് ശ്രമിക്കുക. അല്ലാതെ അവരുടെ കുറ്റം കുറവും കണ്ടിട്ട് നമ്മളും കൂടെ പറ്റ അടി പോവാതെ, പറ്റ നശിച്ചു പോവാതെ നമ്മൾ ശ്രദ്ധിക്കാം. അപ്പോൾ സോച്ചോ ക്യാ ആന്ധി തൂഫാൻ കി ലഗാതാർ കോശിഷോം ബി, അതായത് ഡിസാസ്റ്റേഴ്സൊക്കെ ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതാ പറയുന്നത്, സൂര്യ ചാന്ദ്ര അവർ നക്ഷത്രമൊക്കെ പ്രകാശിക്കോ മിഠാപ്പായി ഇറേസ് ചെയ്യാൻ പറ്റും, ഇല്ലാതാക്കാൻ സാധിക്കും. അപ്പോൾ മിഠാ ഗയ ഹൽക്കാ സാ, നെക്സ്റ്റ് ലൈൻ, मिटा गया हल्का सा चौंगा ही दीपक को एक और खिंच गई उसके मस्तक पर कलंक की रेख. मिटा गया हल्का सा चौंगा की दीपक को एक और खिंच गई उसके मस्तक पर कलंक का रेख. എന്താ പറയുന്നത്? മിഠാ ഗയ ഹൽക്കാസ ഏക്ക് ചോങ്ക ഹി ദീപക അസ്തിത്വം മിട്ടാതെ, ഒരു ഇളം കാറ്റ് വീശിയപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ലാമ്പിൻ്റെ ആ ഒരു എക്സിസ്റ്റൻസ് എന്ത് ചെയ്തു? ഇറേസ് ചെയ്തു, ഇല്ലാതായിപ്പോയി. ഇങ്ങനെയാണെങ്കിൽ ഉസ്കെ മസ്തക് പർ കലങ്കിക്ക് കാലി രേഖ, എന്താ അവരുടെ അതിൻ്റെ ആ ഫോർ ഹെഡിൽ ഒരു ബ്ലറായിട്ടുള്ള ഒരു ബ്ലാക്ക് ലൈൻ വീഴുക ചെയ്തത്.
ഇതുപോലെയാവും നമ്മുടെയൊക്കെ പിന്നെ അവസ്ഥ. നമ്മുടെ അവസ്ഥയല്ല, ഇങ്ങനെ ചിന്തിക്കുന്നവരുടെ അവസ്ഥ. ഹൽക്കാസ ഏക് ചോങ്ക ദീപക് കെ അസ്തിത്വ ലൈറ്റ് ഓഫ് ബ്രീസ് എ സ്ലൈറ്റ് ബ്രീസ് ഓഫ് എയർ. അതായത് ഒരു ചെറിയൊരു കാറ്റ് വീശിയപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ദീപക് അസ്തിത്വ, എന്താ, ലാമ്പിൻ്റെ നിലനിൽപ്പ് ഇറേസ് ചെയ്യപ്പെട്ടു, ഇല്ലാതായി. അല്ലേ? ഇത്രയും അഹങ്കരിച്ചു. അവന് റൂമിൻ്റെ പുറത്ത് എനിക്ക് ഉള്ളിലൊക്കെ എനിക്ക് വെളിച്ചം വ്യാപിപ്പിക്കാൻ പറ്റി, സൂര്യനേക്കാളും കഴിവെനിക്കാണ്, ചന്ദ്രനേക്കാളും കഴിവെനിക്കാണെന്നൊക്കെ പറഞ്ഞെങ്കിൽ കൂടി ഒരു ചെറിയ കാറ്റ് വീശിയപ്പോഴേക്കും ആ ഒരു എക്സിസ്റ്റൻസ് എന്ത് ചെയ്തു? ഇല്ലാതായി, ഇറേസ് ചെയ്യപ്പെട്ടു. ഇസ്കെ മസ്തക് പർ, എന്നിട്ടോ ഇത്രയും അഹങ്കരിച്ച ആളുടെ തലയിൽ എന്താ വീണത്? ഫോർഹെഡിലെ മസ്തക്, ഫോർഹെഡിലെ കലങ്കിക്ക് കാലി രേഖ, ഒരു ബ്ലറായിട്ടുള്ള ഒരു ബ്ലാക്ക് ലൈനാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടത്. എന്താണ് ബ്ലാക്ക് ലൈൻ എന്ന് വെച്ചാൽ? എന്താണ്? ഒരു രേഖ, എന്തിൻ്റെ? പുകയുടെ ഒരു നേർരേഖയാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ അത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യമായാലും. അപ്പം നമ്മൾ ചിന്തിക്കുക, ഇവിടെ കവി ദീപകിനെ കുറിച്ച് പറഞ്ഞത് അതുപോലുള്ള മനുഷ്യരെ കുറിച്ചാണ്. ഒരിക്കലും ഇങ്ങനെ ഈ കവി ഈ പറഞ്ഞ ദീപകിനെ പോലെ ഒരിക്കലും നമ്മൾ ആവാൻ ശ്രമിക്കരുത്. അപ്പോൾ ഹൽക്കാസായക്ക് ചോങ്കാഹി ദീപക് के अस्तित्व को मिटा गया और उसके मस्तक पर कलंक की काली रेखा छोड़ दी. As last lines, अहंकार का सदा जगत में होता दुष्परिणाम करो बिना अभिमान तुम जो करना हो काम. അവസാനം കവി പറയാണ്, അഹങ്കാർ का सदा जगत में होता दुष्परिणाम കരോ ബിന അഭിമാൻ തും ജോ കർണ ഹോ ക്യാം. ഒരിക്കലും അഹങ്കാരം നിങ്ങളെ എവിടെ എത്തിക്കാൻ പോണില്ല. അഹങ്കാരം ദുഷ്പരിണാമം, എന്താ? ചീത്ത മാറ്റമാണ് നമ്മളിൽ കൊണ്ടുവരുന്നത്. കവി കഹത്തെ ഹേ, പോയറ്റ് സേസ് ദാറ്റ് ഹി അഹങ്കാരി കാ ഈ സംസാർ മേ ഹി ഹാൽ ഹോത്താ ഹെ. അഹങ്കാരികൾക്ക് ലോകത്തിൽ ഈ ഗതിയാണുള്ളത്. ഏത് ഗതി? നമ്മുടെ ഈ പറഞ്ഞ ലാമ്പിൻ്റെ ഗതി. इसलिए സദൈവ് അപ്നാ കാം ബിന അഭിമാൻ കിയേ കർണ ചാഹിയെ. അതുകൊണ്ട് തന്നെ നമ്മളെന്താ ഓൾവേസ് ഡു യുവർ വർക്ക് വിത്തൗട്ട് പ്രൈഡ്. ഒരു അഹങ്കാരം കൂടാതെ നിങ്ങൾ നിങ്ങളുടെ ജോലി ഭംഗിയായിട്ട് ചെയ്യാനാണ് കവി ഇവിടെ പറയുന്നത്. പോയറ്റ് സേസ് ദാറ്റ്, കവി കഹത്തെ ഹെ കി അഹങ്കാരി കാ ഇസ് സംസാർ മേ യഹി ഹാൽ ഹെ. ഹാൽ മീൻസ് അവസ്ഥ. എന്താണ്? ദിസ് ഈസ് ദ റിവാർഡ് ഓഫ് ദ പ്രൗഡ് ഇൻ ദിസ് വേൾഡ്. ഇതാണ് ഒരു വലിയൊരു റിവാർഡ് എന്ന് പറയുന്നത്. എങ്ങനെ? അഹങ്കാരികൾക്കുള്ള റിവാർഡ് ഈ ലോകത്ത് ലഭിക്കുന്നത് ഇങ്ങനെയായിരിക്കും. അതുകൊണ്ട് ഇസ്ലിയെ സദൈവ് ഓൾവേസ് അപ്നാ കാം ബിനാ അഭിമാൻ കിയേ കർണ ചാഹിയെ. നമ്മൾ എന്ത് ചെയ്യണം? ഓൾവേസ് ഡു യുവർ വർക്ക് വിത്തൗട്ട് പ്രൈഡ്. ഒരിക്കലും നിങ്ങൾ അഹങ്കാരത്തോടു കൂടി നിങ്ങൾ ഒരു ജോലിയും ചെയ്യരുത്. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു അഹങ്കാരം കൂടാതെ നിങ്ങൾ നിങ്ങളുടെ ജോലി ഭംഗിയായി നിർവഹിക്കാൻ ശ്രമിക്കുക. അങ്ങനെയെങ്കിൽ മാത്രം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു ചെറിയൊരു കാറ്റ് വീശിയാൽ മതി, നമ്മുടെ അഹങ്കാരം അങ്ങ് ഇല്ലാതായി പോകും. അപ്പോൾ ഒരിക്കലും ഈ പറയുന്ന വിളക്കിൻ്റെ, ഈ ലാമ്പ് ഒരിക്കലും വിളക്ക് അങ്ങനെയാണെന്നല്ല പറയുന്നതല്ലേ. വിളക്കിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞിട്ട് ഒരുപാട് കവിതകൾ പോയി നമുക്ക് പഠിക്കാണ്ട്. വിളക്കെന്ന് പറയുന്നത്, ദിയ എന്ന് പറയുന്നത് അത്രയും എന്താ നല്ലൊരു സംഭവമാണ്. കാരണം എന്താ? ഇരുട്ടിനെ മാറ്റുക, ഇരുട്ടിൽ നിന്ന് നമ്മളെ പ്രകാശത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ് ലാമ്പ് എന്ന് പറയുന്നത്, അല്ലേ? ലാമ്പിന് ഒരുപാട് നന്മകളുണ്ട്. എന്നാൽ പോലും ആ നന്മയ്ക്കിടയിലും അതിൻ്റെ ഒരു അഹങ്കാരത്തെ ഇതിൻ്റെ പ്രത്യേകം പറയുകയാണ്. അപ്പോൾ ലാമ്പ് ഒരിക്കലും അങ്ങനെയാണെന്നല്ല പറയുന്നത്. പോയിട്ട് ആ ലാമ്പിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ് അങ്ങനെയുള്ള ആളുകളെക്കുറിച്ച്. അപ്പോൾ ലാമ്പ് നമുക്ക് പ്രകാശം നൽകുന്ന, ഇരുട്ടിൽ നിന്ന് നമ്മെ പ്രകാശത്തേക്ക് നയിക്കുന്ന ലാമ്പിന് പോലും അതിനേക്കാളും വലിയ ആളുകളിലുള്ള ഒരു അഹങ്കാരം ഉണ്ടാകും. അങ്ങനെ ഒരുപക്ഷെ അഹങ്കരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നോ ഈഗോ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ വൺസ് മോർ ലിസൺ. ജലത്തെ read with me all of you. जलते जलते दिए को यह आया अभिमान लगा सोचने सूर्य चंद्र से भी മേം അധിക മഹാൻ. ഇനി നിങ്ങൾ വായിക്കുമ്പം ഇതിൻ്റെ മീനിങ്സ് മിസ് പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾക്കിത് കിട്ടുന്നുണ്ടോ എന്നും കൂടെ ശ്രമിച്ചിട്ട് വേണം വായിക്കാൻ കേട്ടോ. വായിക്കുമ്പോൾ ഇങ്ങനെ നോക്കുക, നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാവുന്നുണ്ടോ. വൺസ് മോർ. ജലത്തെ ജലത്തെ ദിയെ കോ യഹ് ഹോ ആയ അഭിമാൻ ലഗാ सोचने सूर्य चंद्र से भी മേം അധിക മഹാൻ. सूरज तो करता है आकर दिन में सिर्फ प्रकाश, किंतु रात के अंधकार का मैं ही करता नाश.
शशि भी मिटा नहीं पाता है अंधर का अंधियारा, मैं ही घर के कोने कोने को करता उजियारा। इस घमंड में सिर ऊंचा कर लगा व्योम में दृष्टि, अहंकार की आंखों से वह देख रहा था सृष्टि। इतने ही में लगा हवा का हल्का झोंका एक, सिर ऊंचा हो गया बुझ गया रही धुएं की रेख। सोचो क्या ആന്ധി തൂഫാൻ के भी സതത് പ്രയാസം. അപ്പം നിങ്ങൾ ചിന്തിക്കുക, ഒരു പക്ഷെ ആന്ധി തൂഫാൻ സതത് പ്രയാസ് ബുझ സകെ രവി ശശി നക്ഷത്रों का है कभी प्रकाश। मिटा गया हल्का सा झोंका ही दीपक को एक, और खिंच गई उसके मस्तक पर कलंक की रेख। अहंकार का सदा जगत में होता दुष्परिणाम, करो बिना अभिमान तुम जो करना हो काम. അപ്പം ദ്വാരിക പ്രസാദ് മഹേശ്വരിയുടെ ഈ कवि का नाम द्वारिका प्रसाद माहेश्वरी. Okay, some important word meanings is there. ലിസൺ. അപ്പോൾ ശശി ശബ്ദാർത്ഥ് ചന്ദ്രമ, മൂണിനാണ് ശശി എന്ന് പറയുന്നത്. അന്ധിയാര അന്ധേര, അജ്ഞാൻ ഡാർക്ക്നെസ്, ഉജിയാര ഉജാല ജ്ഞാൻ ലൈറ്റ്, വ്യോം ആകാശ് സ്കൈ, ദൃഷ്ടി നസർ ഗ്ലാൻസ്, അഹങ്കാർ ഘമണ്ട് ഈഗോ, സൃഷ്ടി संसार वर्ल्ड, सतत लगातार कंटिन्यूअस, प्रयास कोशिश एफर्ट, नक्षत्र तारा स्टार, मस्तक माथा फोरहेड, कलंक बदनामी डिग्रेडेशन, दुष्परिणाम बुरा नतीജ എന്താ ബാഡ് ഔട്ട്കം. അപ്പോൾ ഇത്രയാണ്. നിങ്ങൾ നന്നായിട്ട് പോയ മിനിമം 5 times എങ്കിലും നന്നായിട്ട് വായിക്കുക. ഓക്കെ, ടുഡേ ദാറ്റ്സ് ഇനഫ്. സീ യു നെക്സ്റ്റ് ക്ലാസ്. ബൈ. താങ്ക് യു.